30 ലക്ഷം ഒരു ആക്ടറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ 5 ലക്ഷം ഇവിടെ ചിലവാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 10 ലക്ഷം ചിലവാക്കുന്നുള്ളൂ, ബാക്കി അത്രയും ലാഭമാണ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് എന്താ പറയുക യൂട്യൂബർ രണ്ട് സെലിബ്രിറ്റികളുണ്ട് ഇപ്പോൾ റീച്ചിൽ നിൽക്കുന്ന രണ്ടാളുകൾ. ഒന്ന് നമ്മളെ ഉബൈദ്, രണ്ട് നമ്മളെ സൂരജ്, അൽഫുഡി സൂരജ്. ഇവർ രണ്ടുപേരും എന്താ പറയുക, നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് അവരാൾ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു വരുന്ന രണ്ട് യൂട്യൂബറാണ്. അപ്പോൾ ഇത് രണ്ടാളും ഒരേ രീതിയല്ല, ഒരേ പാറ്റേൺ അല്ല, അപ്പോൾ അത് മാറ്റമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാനിതിൽ ഈ സൂരജിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരുടെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് സൂരജിനെ കുറിച്ച് പറയാം. ഈ സൂരജിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബോർഗിനിയാണ്. സൂരജിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂരജ് ഈ പാവപ്പെട്ട റോഡ് സൈഡിലൊക്കെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരറിയാതെ അവരെ ഷൂട്ട് ചെയ്ത് അവരെ ഒന്ന് പ്രാങ്ക് ചെയ്ത് ലാസ്റ്റ് അവർക്ക് അതിൻ്റെ പൈസ കൊടുത്ത് അവരെ കച്ചവടമാവാത്ത സാധനങ്ങൾ വേറെ ജനങ്ങൾക്ക് ആരൊക്കെ അവിടെ ഉള്ളത് ഫുഡാണെങ്കിൽ കൊടുത്ത് ആ പൈസ കൂടി തിരിച്ചു കൊടുക്കുന്ന, അതിൻ്റെ ഡബിൾ പൈസ കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ സൂരജിൻ്റെ ഉള്ളത്. അപ്പോൾ സ്പോൺസർ ചെയ്ത പൈസയൊന്നല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. അവൻ്റെ പൈസ തന്നെ അവനെടുത്തിട്ട് അവന് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു പങ്ക് ജനങ്ങൾക്ക് ആ രീതിയിൽ കൊടുക്കുന്നു. അവൻ്റെ വീഡിയോയും അതുപോലെ തന്നെ റീച്ച് ആവാനും വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഉപകാരം തന്നെയാണ്. നമ്മൾ നേരെ ഉബൈദിൻ്റെക്ക് വരുമ്പോൾ, ഉബൈദിൻ്റെയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉബൈദിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആദ്യം പെട്രോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഞാൻ ആ കാലഘട്ടത്തിലാണ് കാണാൻ തുടങ്ങിയത്. പെട്രോൾ അടിച്ചു കൊടുക്കുന്നു, ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര പെട്രോൾ അടിക്കാം, അതിൻ്റെ പൈസ ഉബൈദ് കൊടുക്കുന്നു. അങ്ങനെ ഫോളോ ചെയ്തവർക്കാണെങ്കിൽ പ്രത്യേക ആനുകൂല്യം. പിന്നീട് അത് മൈജിയുമായിട്ട് കണക്ട് ചെയ്ത് മൈജി പൈസ കൊടുക്കുന്നൊരു ഏർപ്പാട് തുടങ്ങിയപ്പോൾ, കാരണം പൈസക്കാണല്ലോ എല്ലാവരും പൈസക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്ത് ബുദ്ധിമുട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഭാവിയിൽ ഇത് സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ കൂടി എനിക്കും പൈസ കിട്ടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അത് തന്നെയാണ്. നമ്മളെ കൂടെ എല്ലാ ചുറ്റുപാടിൽ നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മൾ രക്ഷപ്പെടുന്നത് എന്ന് വിചാരിച്ചെങ്കിലും എങ്ങനെയൊക്കെ രക്ഷപ്പെടണം വിചാരിക്കുകയാണല്ലോ, ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുമല്ലോ എന്ന് വരെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ മൈജിയുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് മൈജി പൈസ കൊടുക്കും. ആ പൈസ ഇങ്ങനെ ഫോളോവേഴ്സിന് ആണ്, ഫോളോ ചെയ്തിട്ടുള്ള ആൾക്ക് ഇത്ര പൈസ എണ്ണ എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. ഇനി ഫോളോവേഴ്സ് അല്ലാത്തവർക്ക് ആണെങ്കിൽ തന്നെ ചെറിയ പൈസ എണ്ണിയെടുക്കുക. അങ്ങനെയാണ് ഈ ഉബൈദിൻ്റെ ഒരു പരിപാടി പോകുന്നത്. അപ്പോൾ ഈ ഫോളോവേഴ്സ് അല്ലാത്തൊരു എല്ലാവരും ഇത് ഫോളോ ചെയ്തു വെക്കും. എന്നേലും സമയത്ത് നമ്മളെ മുന്നിൽ വന്നാൽ പൈസ നഷ്ടമല്ലോ, ഫോളോ ചെയ്ത് എത്ര വല്ല പണിയൊന്നുമില്ലല്ലോ, നഷ്ടമല്ലല്ലോ, കിട്ടിയ ലാഭം, അത് ലോട്ടറിമാർ. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉബൈദിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ മൈജി ഇത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവന് കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യാനുണ്ടാവും, ജനങ്ങൾക്ക് നല്ല ഉപകാരം കിട്ടും. വെറുതെ പോകുന്നവർക്ക് 5000 10,000 ഒക്കെ എണ്ണിയെടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ. അതിൽ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന രീതിയിലുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഈ മൈജിൻ്റെ ലാഭം എന്താണെന്ന് വെച്ചാൽ 20 ശതമാനം ഒക്കെ ഉള്ള 25,000 സബ്സ്ക്രൈബേഴ്സുള്ള മൈജിയൊക്കെ ഇപ്പോൾ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നല്ല റീച്ചായില്ലേ. അപ്പോൾ മൈജി പലരും സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ മൈജി എന്നുള്ളത് ആൾക്കാരെ കൂടുതൽ ഇതായി. ഇപ്പോൾ ഒരു ആക്ടറെ കൊണ്ട് നമ്മൾ ഇത് ഇനാഗ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് അവർക്ക് കൊടുക്കണം, ലക്ഷങ്ങൾ കൊടുക്കണം. അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ ഇതിൽ ചിലവാക്കുന്നുള്ളൂ. അതായത് ഒരു 50 ലക്ഷം ഒരു ആക്ടറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ 5 ലക്ഷം ഇവിടെ ചിലവാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 10 ലക്ഷം ചിലവാക്കുന്നുള്ളൂ, ബാക്കി അത്രയും ലാഭമാണ്. ഇത് റീച്ചും കിട്ടും, ഈ മൈജി അക്കൗണ്ടും ആൾക്കാർ ഫോളോ ചെയ്യും, ഈ ഉബൈദിൻ്റെ അക്കൗണ്ടും ഫോളോ ചെയ്യും. ഉബൈദിൽ പണിയെടുക്കുന്നുണ്ട്, അതാണ് അവൻ്റെ ലാഭം. ഇതിൽ എന്താണ്, ഈ പണിയെടുക്കുന്നതിന് അവന് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, അതിൻ്റേതായ റീച്ച് കാര്യങ്ങൾ, അതിൻ്റെതായ ആഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവനും രക്ഷപ്പെടും. അങ്ങനെയാണ് ഉബൈദിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ രണ്ടും
രണ്ട് ടൈപ്പാണ്. സൂരജും ഉബൈദും രണ്ട് ടൈപ്പാണെങ്കിലും എല്ലാവർക്കും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് സംഗതിയാണ്. ഇതൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് ചെല്ലുമ്പോൾ ഇതൊക്കെ ബിസിനസ്സാണ്, എല്ലാം ബിസിനസ് തന്നെയാണ്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾക്ക് പറയാം. പക്ഷേ ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അത് അവൻ്റെ മൈൻഡിൽ വന്നൊരു ഐഡിയ അവന് ഉപയോഗിച്ചു, അവനത് വിജയിച്ചു. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വരുമായിരിക്കും, അപ്പോൾ ഞാനും ചെയ്യും. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ കുഴപ്പം. നമ്മളെ ബസ്സിലുണ്ടായ പോലത്തെ ഐഡിയ ഒന്നും ആവാതിരിക്കട്ടെ. ഏത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഐഡിയകളുമായിട്ട് ആളുകൾ വരട്ടെ, രക്ഷപ്പെടട്ടെ. ജനങ്ങളും രക്ഷപ്പെടും, ചെയ്യുന്നവനും രക്ഷപ്പെടും. അപ്പോൾ എന്നാൽ പവർ വരട്ടെ.